2026 LDF ഏറെ പ്രതീക്ഷ പുലർത്തുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റമാണ് LDF തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചത്. 14 നിയോജക മണ്ഡലങ്ങളിൽ കോവളം ഒഴികെയുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും LDF ജയിച്ചു കയറി. നേമത്ത് വിരിഞ്ഞ താമരയുടെ തണ്ടൊടിക്കാനും LDFന് കഴിഞ്ഞു. 2026 അതേ വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. പക്ഷേ പൊളിറ്റിക്സ് കേരളയുടെ ഏറ്റവും ഒടുവിലത്തെ തിരുവനന്തപുരം സർവേ പ്രകാരം തിരുവനന്തപുരത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. കഴിഞ്ഞ തവണത്തേതുപോലെ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ LDFന് കഴിയില്ല. സീറ്റിൻ്റെ നിലയിൽ LDF ഒന്നാമതെത്തും. പക്ഷേ പല സീറ്റുകളും LDFന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതാണ് പൊളിറ്റിക്സ് കേരളയുടെ ഏറ്റവും ഒടുവിലത്തെ സർവേയിൽ തെളിയുന്നത്. കഴിഞ്ഞ തവണ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 വിജയം നേടിയെങ്കിൽ ഇത്തവണ 2-3 സീറ്റുകൾ LDFന് നഷ്ടപ്പെടാം. 2026 2-3 സീറ്റുകൾ LDFന് നഷ്ടപ്പെടാം. ആ സീറ്റുകൾ ഇവയാണ്: 1 തിരുവനന്തപുരം സെൻട്രൽ. അവിടെ UDFന് വേണ്ടി മത്സരിക്കുന്നത് CMPയിലെ CP ജോണാണ്. ആന്റണി രാജുവാണ് LDFൻ്റെ സ്ഥിരം സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ആന്റണി രാജു അട്ടിമറി വിജയം നേടിയെങ്കിൽ ഇത്തവണ ആന്റണി രാജു നന്നായി വിയർക്കും എന്നുള്ളത് ഉറപ്പാണ്. വേറൊരു മണ്ഡലം കഴക്കൂട്ടമാണ്. അവിടെ MA വാഹിദാണ് UDF സ്ഥാനാർത്ഥി. മുമ്പ് സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് വിജയിച്ച ചരിത്രം വാഹിദിനുണ്ട്. അവിടെ കടകംപള്ളി സുരേന്ദ്രനല്ലാതെ വേറെ ആര് നിന്നാലും CPMന് വേണ്ടി വിജയിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 മണ്ഡലങ്ങൾ CPMന് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. വേറൊരു മണ്ഡലം നെടുവങ്ങാടാണ്. മന്ത്രി GR അനിൽ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം. അവിടെ ഇത്തവണ GR അനിലിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. പാട്ടത്തിൽ ഷെറീഫാണ് അവിടെ സ്ഥാനാർത്ഥി. ഈ സാഹചര്യത്തിൽ ആ മണ്ഡലവും നഷ്ടപ്പെടാം LDFന്. തിരുവനന്തപുരം, കഴക്കൂട്ടം, നെടുമങ്ങാട് ഈ 3 മണ്ഡലം UDF പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി BJP പ്രതീക്ഷ അർപ്പിക്കുന്ന 2 മണ്ഡലങ്ങൾ നേമവും വട്ടിയൂർക്കാവുമാണ്. അതിൽ പ്രധാനം നേമമാണ്. വട്ടിയൂർക്കാവിൽ നല്ലൊരു ടൈറ്റ് ഫൈറ്റ് അവർ നടത്തുമെങ്കിലും VK പ്രശാന്തിനെ തരണം ചെയ്ത് വിജയം നേടാൻ അവർക്ക് കഴിയില്ല. പക്ഷേ നേമത്ത് BJP ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേമത്ത് ഇത്തവണ മന്ത്രി ശിവൻകുട്ടി മത്സരിക്കില്ല. അനാരോഗ്യം കാരണം അദ്ദേഹം മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. ശിവൻകുട്ടിയുടെ അഭാവത്തിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ നേമത്ത് നിർത്തിയില്ലെങ്കിൽ അവിടെയും LDFന് കാലിടറും. BJP ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുകയും ചെയ്യും. ഇതാണ് തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ സർവേയിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വിവരം. തിരുവനന്തപുരത്തെ പ്രാദേശിക നേതാക്കൾ തന്നെ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. അവർ പറയുന്നത് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ആന്റണി രാജു ജയിച്ചത് ഒരു അത്ഭുതമാണ്, ഒരു അട്ടിമറിയാണ്. ആന്റണി രാജുവിന് പക്ഷേ ആ അട്ടിമറി നിലനിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അവിടെ CP ജോൺ വരുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ ജോണിനും കൂടി ലഭിക്കും. കഴിഞ്ഞ തവണ ആന്റണി രാജുവിനെ രക്ഷിച്ചത് ക്രിസ്ത്യൻ വോട്ടുകളാണ്, കത്തോലിക്ക വോട്ടുകളാണ്. പക്ഷേ CP ജോൺ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ആ കത്തോലിക്ക വോട്ടുകൾ 2ആയി സ്പ്ലിറ്റ് ചെയ്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും തിരുവനന്തപുരത്ത് ഒരു 3 സീറ്റെങ്കിലും UDF നേടും എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരളയുടെ ഏറ്റവും ഒടുവിലത്തെ സർവേയിൽ തെളിയുന്നത്. BJPക്ക് നേമത്ത് വിജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും ആശ്രയിച്ചിരിക്കും അവരുടെ വിജയം. നേമത്ത് ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം, ശിവൻകുട്ടിയെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി. ഇപ്പോൾ LDF പരിഗണിക്കുന്നത് ആര്യ രാജേന്ദ്രൻ, M വിജയകുമാർ, ഡോക്ടർ TN സീമ തുടങ്ങിയ പേരുകളാണ്.
ഇവർക്കൊന്നും അത്ര ശിവൻകുട്ടിയെ പോലെ ഒന്ന് ശക്തമായി പൊരുതാനുള്ള കഴിവ് കുറവാണ്. ശിവൻകുട്ടിക്ക് ശക്തമായി ഇലക്ഷനെ നേരിടാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് അദ്ദേഹത്തെ കഴിഞ്ഞ തവണ വിജയിപ്പിച്ചത്. എന്തായാലും നേമത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയത് 22,000-ൽ പരം വോട്ടുകളാണ്. അത്ഭുതകരമായ ഒരു മുന്നേറ്റമാണ് BJP അവിടെ കാഴ്ചവെച്ചത്. വട്ടിയൂർക്കാവിൽ 9,000-ൽ പരം വോട്ടിൻ്റെ ലീഡാണ് അവർ നേടിയത്. വട്ടിയൂർക്കാവിൽ അവർക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല. പക്ഷെ നേമത്ത് അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതനുസരിച്ചാണ് അവർ പോകുന്നത്. നേമത്ത് BJPയെ തോൽപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. SDPI വോട്ടുകൾ, വെൽഫെയർ പാർട്ടി വോട്ടുകൾ, ദളിത് വോട്ടുകൾ, ഇതൊക്കെ BJPക്ക് എതിരായി വരും നേമത്ത്. പക്ഷേ മറുവശത്ത് കോൺഗ്രസിൻ്റെയും CPMൻ്റെയും സ്ഥാനാർത്ഥി ആരാകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ വോട്ടുകളുടെ ഗുണം ലഭിക്കുക. ഒരിക്കൽ നേമം CPMൽ നിന്ന് BJP പിടിച്ചെടുത്ത മണ്ഡലമാണ് O രാജഗോപാലിലൂടെ. ആ തിക്താനുഭവം CPMന് ഇപ്പോഴുമുണ്ട്. കഴിഞ്ഞ തവണ ടൈറ്റ് ഫൈറ്റിലാണ് ശിവൻകുട്ടി ജയിച്ചു കയറിയത്. ഇത്തവണ അതേപോലെ ഒരു ഗ്ലാമർ സ്ഥാനാർത്ഥിയെ ഇട്ടില്ലെങ്കിൽ നേമത്തിൻ്റെ കാര്യം പരിതാപകരമായി മാറും. എന്നാലും കോൺഗ്രസ് നല്ലൊരു മുന്നേറ്റം തിരുവനന്തപുരത്ത് നടത്തും. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സീറ്റിൽ അവർ ഒതുങ്ങില്ല. തിരുവനന്തപുരം സെൻട്രലിലും കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനല്ല വേറെ ആര് മത്സരിച്ചാലും കഴക്കൂട്ടത്ത് CPMന് വലിയ പാടാണ്. കാരണം MA വാഹിദാണ് അവിടെ സ്ഥാനാർത്ഥി. പിന്നെ നെടുമങ്ങാട് മന്ത്രി GR അനിലിന് ഒരവസരം കൂടി കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയൊക്കെയുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ ഈ 3 മണ്ഡലങ്ങൾ UDFന് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നേമത്ത് BJPയെ തോൽപ്പിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ പല ഘടകങ്ങളും BJPക്ക് എതിരാണ്. SDPI വോട്ടുകളും വെൽഫെയർ പാർട്ടി വോട്ടുകളും, എന്തിന് മുസ്ലിം ലീഗ് വോട്ട് പോലും BJP അവിടെ ജയിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിലേക്ക് വീഴും. പക്ഷേ മറ്റ് വോട്ടുകൾ പിടിക്കാൻ ശിവൻകുട്ടിയെ പോലെ കഴിവുള്ള ഒരു നേതാവ് വന്നില്ലെങ്കിൽ അവിടെ BJPക്ക് പ്രതീക്ഷ അർപ്പിക്കാം. മാത്രമല്ല നേമത്ത് മത്സരിക്കുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആണെന്ന് കൂടി ഓർക്കണം. രാജീവ് ചന്ദ്രശേഖറിൻ്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ്, നന്നായി തന്നെ കണ്ടതാണ്. നല്ല പോരാട്ടമാണ് തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവെച്ചത്. കോൺഗ്രസിൻ്റെയും LDFൻ്റെയും കോട്ടകുത്തളങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള പോരാട്ടം. ആ പോരാട്ടം രാജീവ് ചന്ദ്രശേഖർ നേമത്തും നടത്തുമെങ്കിൽ അത് ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് പോകും. ഇപ്പോൾ നേമത്ത് നിർത്താൻ CPM തീരുമാനിച്ചിരിക്കുന്ന M വിജയകുമാറിനോ ഡോക്ടർ TN സീമയ്ക്കോ ആര്യ രാജേന്ദ്രനോ ഒന്നും ഒരു ഗ്ലാമർ പദവിയില്ല. ശിവൻകുട്ടി അങ്ങനെയല്ലായിരുന്നു. ശിവൻകുട്ടി കഠിനമായ പോരാട്ടങ്ങൾ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലൊരു വ്യക്തിയെ നേമത്ത് നിർത്തിയാൽ മാത്രമേ LDFന് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കൂ. BJPയുടെ താമരത്തണ്ട് വീണ്ടും ഒടിക്കാൻ സാധിക്കൂ.